അസ്സലാമു അലൈക്കും. ഒരു ചായപാത്രം എടുത്ത് അതിലേക്ക് ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ പേപ്പറിന് ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് മൈദ തൂക്കി കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടി കൊടുക്കണം. അത് ബട്ടർ പേപ്പറിന് പകരമാണ്. എല്ലാ ഭാഗത്തൊന്നും മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പാത്രം മാറ്റി വയ്ക്കാം. 4 മുട്ട പൊട്ടിച്ച് വയ്ക്കണം. അതിലേക്ക് 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, ചെറിയ തരിപ്പുള്ള പഞ്ചസാര എടുക്കാൻ നോക്കണം. ഒരു പിഞ്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, അതും മാറ്റി വയ്ക്കാം. 1 കപ്പ് മൈദ ലെവൽ ചെയ്തെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, വേറൊന്നും ആവശ്യമില്ല, ബേക്കിംഗ് സോഡയൊന്നും ആവശ്യമില്ല. എന്നിട്ട് നന്നായി അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. വിസ്കോ ഫോർക്കോ കൊണ്ടൊന്ന് യോജിപ്പിക്കണം. രണ്ടും കൂടി മിക്സ് ആയാലേ കേക്ക് നന്നായി കിട്ടുകയുള്ളൂ. പിസ്തയുടെ മണമുള്ള നല്ലൊരു അടിപൊളി കേക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. സാധാരണക്കാർക്ക് പറ്റിയതാണ്. നേരത്തെ കരുതിയ 4 മുട്ട പൊട്ടിച്ച് വെച്ച മിക്സില്ല, 4 മിക്സ്, അത് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തിക്കായി വരണം. കളർ ചേഞ്ചായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതാ ഇത്രയും മതി. കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ആവശ്യമൊന്നുമില്ല. 1/2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തതാണ്. ഇനി ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ മാവ് താണു പോകും. ഇനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം സ്പാച്ചില കൊണ്ട്. എന്നിട്ട് നേരത്തെ കരുതിയ മൈദയില്ലേ, അതിൽ നിന്ന് 2 പ്രാവശ്യമായാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 പ്രാവശ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി 1/2 കപ്പ് അളഞ്ഞ ചൂട് പാലെടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരെ പാലെടുക്കരുത്. ടൈഗറിൻ്റെ പിസ്ത എസൻസ് ആണ്. അത് 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ നല്ലൊരു കേക്കിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത്. അതും ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇനി ബാക്കി മൈദ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഓവറായി ഉള്ളിലേക്ക് ശക്തിയായിട്ട് മിക്സ് ആക്കി കൊടുക്കരുത്. ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കണം. എല്ലാം കൂടി ഒന്നിച്ച് മിക്സായി വരണം. നേരത്തെ കരുതി ചായപാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി കേക്കാണ്. സാധാരണക്കാർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. കാരണം ബട്ടറില്ല, ബട്ടർ പേപ്പറില്ല, സൺഫ്ലവർ ഓയിലിൻ്റെയും ആവശ്യമൊന്നുമില്ല. 1/2 കപ്പ് പാലുണ്ടായാൽ മതിയാണ്, ചൂട് പാല്. ഇനി ടൂത്ത് പിക്കോ മറ്റോ കൊണ്ട് എയർ ബബിൾസ് കളഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ മുകളിൽ ബബിൾസ് വന്ന് നിൽക്കും. ഒന്ന് തട്ടിക്കൊടുക്കുകയും ചെയ്യാം. ഇനി മൂടി വെച്ച് കൊടുക്കാം. ഹോൾസ് ഒന്നും അടച്ചു കൊടുക്കണ്ട മൂടിയുടെ. ഇനി ഗ്യാസ് ഓണാക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് മൂടി ചൂടാക്കാൻ വെക്കാം. ഒരു 1-2 മിനിറ്റ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലാക്കണം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് 40-45 മിനിറ്റാണ് ഇതിൻ്റെ കറക്റ്റ് ടൈം. 45 മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം ഒന്നും പോകില്ല, ഇത്രയേ വേണ്ടൂ. ഇതാ ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കിയിട്ടുണ്ട്. അതിൽ മാവൊന്നും പിടിച്ചിട്ടില്ല. നല്ല അടിപൊളി കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി കേക്കാണ്. ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായക്ക് പീസാക്കി കട്ടാക്കി എടുത്താൽ മതി. ഇതെനിക്കൊരു ഓർഡർ ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ ഈ കേക്ക് ബോർഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.